السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة نكون بها مدفونين بجواره ومحشورين تحت لوائه وعلى آله وصحبه وسلم. പവിത്രമായ റമദാൻ ഷരീഫിൻ്റെ ഏറെ പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമദാൻ ഷരീഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാവ്. ആ രാവും അതിനെ തുടർന്നുണ്ടാകുന്ന പകലെല്ലാം വലിയ പുണ്യം നിറഞ്ഞ സമയങ്ങളാണ്. ഈ രാത്രിയുടെ മഹത്വം അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ രാത്രിയുടെ മഹത്വം നേടാനും ആ രാത്രിയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ അത് കരസ്ഥമാക്കാനും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ആ ഒരു രാത്രി എന്നാണ് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ലഭ്യമായ ഹദീസ് ഷരീഫുകളുടെ അടിസ്ഥാനത്തിൽ ഉന്നതന്മാരായ അയിമത്ത് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഹദീസ് ഷരീഫിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വളരെ വിശദമായിട്ട് തന്നെ അയിമത്ത് ചർച്ച ചെയ്തത് കാണാം. ധാരാളം അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിനെ സുയൂത്തി റഹിമഹുല്ലാഹു തആല അവരുടെ തൻവീറുൽ ഹവാലിക് എന്ന ഗ്രന്ഥത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയുടെ മുവത്തയുടെ ഷറഹാണത്, വ്യാഖ്യാന ഗ്രന്ഥമാണ് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹു തആല രചിച്ചത്. ആ ഗ്രന്ഥത്തിൽ ഇമാമിനെ സുയൂത്തി റഹിമഹുല്ലാഹു തആല ഇത്തരത്തിലുള്ള ധാരാളം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പല പണ്ഡിതന്മാരും സലഫ് സ്വാലിഹീങ്ങളായ ആളുകളും താബിഈങ്ങളിൽപ്പെട്ട പലരുടെയും നിലപാടുകൾ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ടവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു പല ഗ്രന്ഥങ്ങളിലും കാണാം. ബഹുമാനപ്പെട്ട ഇമാമിൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലയുടെ സ്വഹീഹിൻ്റെ വ്യാഖ്യാനത്തിൽ ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാം, ഫീഹി ഹദീസു സയ്യിദിന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു കാന യഹ്ലിഫു അന്നഹാ ലൈലത്തു 27. ബഹുമാനപ്പെട്ട സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി അത് 27ൻ്റെ രാവാണ്. റമദാൻ ഷരീഫിലെ 27ാം രാവാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്ന് ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു. വഹാദ അഹദുൽ മദാഹിബി ഫീഹ, ഈ പറഞ്ഞ അഭിപ്രായം ബഹുമാനപ്പെട്ട സയ്യിദുന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ അഭിപ്രായം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, അക്സറുൽ ഉലമാഇ, ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും നിലപാട്, അല അന്നഹ ലൈലത്തുൻ മുബഹമത്തുൻ മിനൽ അശ്റിൽ അവാഖിരി മിൻ റമദാന, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി റമദാൻ ഷരീഫിലെ അവസാനത്തെ 10 വ്യക്തമല്ലാത്ത ഒരു രാത്രിയാണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏത് ദിവസമാണെന്ന് അറിയില്ല, അവസാനത്തെ 10 ഏതൊരു ദിവസമാണ്. അർജാഹ ഔതാറുഹ, ഈ അവസാനത്തെ 10 തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത ആ അവസാനത്തെ 10 ഒറ്റയായ രാവുകളിലാണ്. അർജാഹ ലൈലത്ത് 27, ആ ഒറ്റയായ രാവുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സാധ്യത 27ാമത്തെ രാവ്, 23, 23ാമത്തെ രാവ്, 21, 21ാമത്തെ രാവ്, ഈ 3 രാവുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അക്സറുഹും, ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ഉലമാഇന്റെ കൂട്ടത്തിലെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്, അന്നഹ ലൈലത്തുൻ മുഅയ്യനത്തുൻ ലാ തൻതഖിലു, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി ഒരു നിർണിതമായ രാത്രിയാണ്, അതൊരിക്കലും മാറൂല. എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഈ ദിവസങ്ങളിൽ മാറ്റം വരുമോ? ഒരു വർഷം 27, അടുത്തൊരു വർഷം 21, അടുത്തൊരു വർഷം 23, ഇങ്ങനെ മാറുമോ? അതല്ല, മാറാതെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു ദിവസം തന്നെ ആയിരിക്കുമോ എല്ലാ വർഷവും? ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അത് കൃത്യമായ ഒറ്റൊരു ദിവസമാണ്, ഓരോ വർഷവും മാറൂല. 27 എന്ന് പറഞ്ഞ ആളുകൾ പറയുന്നു അത് എല്ലാ വർഷവും 27 തന്നെ ആയിരിക്കും. 21 പറയുന്ന ആളുകൾ പറയുന്നത് അത് 21 തന്നെ ആയിരിക്കും. ഇങ്ങനെ മുഅയ്യനായ നിർണിതമായ ഒരു രാത്രിയാണത് എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. വഖാലൽ മുഹഖിഖൂന, എന്നാൽ മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നത്, ഇന്നഹ തൻതഖിലു, ആ രാത്രി ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. ഫതകൂനു ഫീ സനത്തിൻ ലൈലത്ത 27, ഒരു വർഷം അത് 27ാമത്തെ രാവായിരിക്കും. വസനത്തിൻ ലൈലത്ത 30, മറ്റൊരു വർഷം 23ാമത്തെ രാത്രിയായിരിക്കും. വസനത്തിൽ ലൈലത്ത 1 വലൈലത്തൻ ഉഖറ, മറ്റൊരു വർഷം 21ാമത്തെ രാവായിരിക്കും, വേറൊരു വർഷം വേറെ ഏതെങ്കിലും ഒരു രാവായിരിക്കും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് മുഹഖിഖീങ്ങളായ ഉലമാഇന്റെ അഭിപ്രായം. വഹാദ അദ്ഹറു, ഈ പറഞ്ഞ അഭിപ്രായമാണ് കുറച്ചുകൂടി വ്യക്തതയുള്ള അഭിപ്രായം. വഫീഹി ജംഉം ബൈനൽ അഹാദീസിൽ മുഖ്തലിഫത്തി ഫിഹ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള വ്യത്യസ്തമായ ഹദീസ് ഷരീഫുകളെല്ലാം ഏകോപിപ്പിക്കാൻ ഈ ഒരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കും. ഇതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഏത് രാത്രിയാണെന്നുള്ളത്. അതേപോലെ ഏത് രാത്രിയാണ് എന്ന് പറഞ്ഞവരിൽ തന്നെ അത് ഓരോ വർഷവും മാറുമോ, അതല്ല എല്ലാ വർഷവും ഒരു രാത്രി തന്നെ ആയിരിക്കുമോ എന്ന അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു നടപടിയും മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാരും സൂഫിയാക്കളും മശായിഖന്മാരും ആരിഫീങ്ങളും എല്ലാം അവർ പറഞ്ഞിട്ടുള്ളത് 27ാം രാവാണ് എന്നാണ്. എല്ലാ വർഷത്തെയും 27ാം രാവിനാണ് കൂടുതൽ സാധ്യത, ആ രാത്രി തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞ പല ആളുകളെയും കാണാം. ധാരാളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പക്ഷേ ആ ഒരു രാവിനെ മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം നൂറ്റാണ്ടുകളായി പ്രത്യേകത കൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്.
അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് എന്നതിൽ ഒരു കൂടുതൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. പക്ഷെ ആ രാത്രിക്ക് ഒരു കൂടുതൽ സാധ്യതയുണ്ട്. ഈ മുസ്ലിം ഉമ്മത്ത് ഒന്നാകെ ആ ഒരു രാത്രിയിലേക്ക് അവരുടെ കൽബ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ രാത്രിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ധാരാളം മശായിഖന്മാരും ആരിഫീങ്ങളൊക്കെ അവരുടെ കശ്ഫ് ഇൽഹാമിൻ്റെ അടിസ്ഥാനത്തിൽ ആ രാത്രിക്ക് ഒരു പ്രത്യേകത കൊടുത്തതായി കാണാം. ഈ വിഷയം രേഖപ്പെടുത്തിയ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഇതിന് ശക്തി പകരുന്ന ഒരു അനുഭവം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യനായ ഇമാം അത്താർ റഹിമഹുല്ലാഹു തആല ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. തുഹ്ഫത്തുൽ ത്വാലിബീൻ ഫി തർജമത്തിൽ ഇമാമിൻ നവവി മുഹീദ്ദീൻ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. വളരെ ചെറിയൊരു കിതാബാണ്. ആ കിതാബിൽ ബഹുമാനപ്പെട്ടവർ ഇമാമുൻ നവവി റഹിമഹുല്ലാഹു തആലയുടെ ചെറുപ്പകാലത്ത് നടന്ന ഒരു സംഭവം രേഖപ്പെടുത്തുന്ന കാണാം. ബഹുമാനപ്പെട്ടവരുടെ ആത്മീയമായ ഉന്നതിയുടെ അടയാളമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു ചിത്രമാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നതമായ ആത്മീയ സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചിരുന്ന അള്ളാഹു തആലയുടെ അടുക്കൽ വലിയ കബൂലിയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ സ്വന്തം പിതാവാണ്. ബഹുമാനപ്പെട്ടവർ പറയണം വദക്കറലി വാലിദുഹു ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ പിതാവ് എന്നോട് പറഞ്ഞു അന്ന ശൈഖ കാന നായിമൻ ഇലാ ജംബിഹി ബഹുമാനപ്പെട്ടവർ പിതാവിൻ്റെ അടുക്കൽ കിടന്നുറങ്ങായിരുന്നു രാത്രിയിൽ. മഖദ് ബലഗ മിനൽ ഉംരി സബഅ സിനീന അന്ന് ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ പ്രായം 7 വയസ്സാണ്. ലൈലത്ത് സബഅ വൽ ഇശ്രീന മിൻ റമദാൻ ഷരീഫിലെ 27ാമത്തെ രാവാണത്. ആ രാത്രിയിൽ പിതാവിൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന ബഹുമാനപ്പെട്ട ഖുതുബുൽ ഔലിയ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ഞെട്ടി എഴുന്നേൽക്കുകയാണ് രാത്രി. പിതാവ് പറയാണ് ഫൻതബഹ നഹ്വ നിസ്ഫിൽ ലൈലി. പാതിരാത്രി ആയപ്പോൾ മകനായ ഖുതുബുൽ ഔലിയ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. ഐഖദനി ഉണർന്ന ശേഷം എന്നെയും ഉണർത്തി. ഫഖാല എന്നിട്ട് ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ പറയാണ് യാ അബതി മാ ഹാദൽ ദൗഉ അല്ലദീ ഖദ് മലഅ അദ്ദാർ ഉപ്പ ഈ വീട് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈ വെളിച്ചം എന്താണ്? ഒന്നാകെ ഭൂമി ഒന്നാകെ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ് ഉപ്പ ഈ വീട് നിറയെ പ്രകാശമാണല്ലോ, എന്താണ് ഈ വെളിച്ചം? ഫസ്തൈഖദ അഹ്ലുഹു ജമീഅൻ വീട്ടുകാരെല്ലാവരും ഈ ശബ്ദം കേട്ടിട്ട് ഉണർന്നു. ഫലം നറ കുല്ലുനാ ശൈഅൻ ഞങ്ങൾ ആരും ഒന്നും കണ്ടില്ല. ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാ രാത്രികളെയും പോലെയുള്ള ഒരു രാത്രി മാത്രം. പക്ഷെ മകനായ ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ പറയാണ് വീട് മുഴുവനും വെളിച്ചം കാണുകയാണ്, ഒന്നാകെ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ആർക്കൊന്നും കാണാനും കഴിയുന്നില്ല. കാലവാലിദുഹും ഈ സംഭവം പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ പിതാവ് പറയാം അറഫ്തു അന്നഹ ലൈലത്തുൽ ഖദ്രി അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണെന്ന് ഇതോടുകൂടി എനിക്ക് മനസ്സിലായി. ആ 27ന്റെ രാവിൽ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങൾ വെറും 7 വയസ്സ് മാത്രമുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒന്നാകെ പ്രകാശത്തിൽ മുങ്ങി നിൽക്കുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒന്നും കാണാനും കഴിയുന്നില്ല. ഇതോടുകൂടി പിതാവിന് മനസ്സിലാവുകയാണ് ഈ രാത്രി പ്രത്യേകമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം അത്താർ റഹിമഹുല്ലാഹു തആല രേഖപ്പെടുത്താണ്. ഇതുപോലെയുള്ള അനേകം സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരുപാട് സൂഫിയാക്കളും മശായിഖന്മാരൊക്കെ 27ന്റെ രാവ് അത് ലൈലത്തുൽ ഖദറിന്റെ രാത്രി തന്നെയാണ് എന്ന് പറഞ്ഞതും കാണാൻ കഴിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റാണ്ടുകളായിട്ട് കേവലം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല ലോകം മുഴുവനും മുസ്ലിമീങ്ങൾ 27ാമത്തെ രാവിന് പ്രത്യേകമായിട്ടുള്ള മഹത്വം കൽപ്പിക്കുകയും അത് വിശുദ്ധമായ ഹറമീൻ ഷരീഫൈനിൽ അടക്കം 27ാമത്തെ രാവിന് വലിയ പ്രത്യേകത കൊടുത്തുകൊണ്ട് ആളുകൾ ഒരുമിച്ച് കൂടുകയും ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യാറുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്ന കാര്യമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രാവിന് പ്രത്യേകമായിട്ടുള്ള ഒരു മഹത്വമുണ്ട്. ശരിയാണ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയില്ല, ഇന്ന ദിവസമാണ് എന്നുള്ളത്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നതന്മാരായ അയിമത്ത് വിശുദ്ധമായ ഹദീസ് ഷരീഫുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആണെങ്കിലും 27ന്റെ രാവ് എന്നുള്ളത് അതെന്തോ ഒരു പ്രത്യേകതയുള്ള രാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതല്ല എന്നുവെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഒന്നാകെ കൽബ് ആ ഒരു രാവിലേക്ക് തിരിയുമായിരുന്നില്ല. ഇത് മനസ്സിലാക്കി ആ രാവിൻ്റെ മഹത്വം അത് ഉൾക്കൊള്ളുകയും ആ രാത്രിയിൽ പ്രത്യേകമായ ഇബാദത്തുകളിൽ ഏർപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യുകയും അതെല്ലാം നമ്മളുടെ ഒരു കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ആ രാവിനെയും തുടർന്നുള്ള രാവുകളെയും എല്ലാം പരിഗണിക്കാനും ഇബാദത്തുകളിലും ദുആയിലും സ്വലാത്തിലും ദിക്റിലും സിയാറത്തുകളിലുമായി മുഴുകാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ഈ വിശുദ്ധമായ റമദാൻ ഷരീഫ് അനുകൂലമായി നമുക്ക് സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥ അല്ലാഹു തആല നമുക്ക് ഒരുക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.